ശാസ്ത്രലോകത്ത് പുതുചരിത്രങ്ങൾ കുറിക്കുന്ന ഇന്ത്യ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്കാണ് ഇനി ലക്ഷ്യമിടുന്നത്. കടലിൽ 6000 മീറ്റർ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗവേഷണം നടത്താനൊരുങ്ങുകയാണ് ഇന്ത്യ. സമുദ്രയാൻ എന്നാണ് പുതിയ മിഷന് പേരിട്ടിരിക്കുന്നത്. US, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ കടലിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ഗവേഷണങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കടലിന്റെ മേൽത്തട്ടിൽ നിന്ന് 6 കിലോമീറ്റർ താഴത്തേക്കാണ് സമുദ്രയാൻ മിഷൻ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന പ്രത്യേക പേടകം ഇന്ത്യ ഇതിനായി വികസിപ്പിച്ചു കഴിഞ്ഞു. 3 പേരെ വഹിക്കാൻ ശേഷിയുള്ള പേടകത്തിന് മത്സ്യ എന്നാണ് പേരിട്ടിരിക്കുന്നത്. 25 ടൺ ഭാരമുള്ള മത്സ്യ ടൈറ്റാനിയം ലോഹം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കടലിനടിയിലെ അതീവ സമ്മർദ്ദത്തെയും തണുപ്പിനെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലാണ് മത്സ്യയുടെ രൂപകൽപ്പന. ജീവശാസ്ത്രവും ഭൗമശാസ്ത്രപരവുമായ സാമ്പിളുകൾ ശേഖരിക്കുന്നതും അടിത്തട്ടിലെ പരിസ്ഥിതി നിരീക്ഷണവുമാണ് സമുദ്രയാന്റെ പ്രധാന ദൗത്യം. അടിത്തട്ടിലെ ധാതു വിഭവങ്ങളെക്കുറിച്ചുള്ള പഠനവും മിഷന്റെ ഭാഗമാണ്. സമുദ്രയാൻ നിലവിൽ പ്രാരംഭഘട്ടത്തിലാണ്. മിഷന്റെ ഭാഗമായി കടലിലേക്ക് 500 മീറ്റർ ടെസ്റ്റ് ഡൈവ് ഈ വർഷം അവസാനം നടത്തും. പിന്നാലെ ഘട്ടം ഘട്ടമായി 6000 മീറ്റർ ആഴത്തിലേക്കെത്തും. 2026 അവസാനത്തോടെ മിഷൻ നടപ്പാക്കുമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഡയറക്ടർ ബാലാജി രാമകൃഷ്ണൻ പറഞ്ഞു. സമുദ്രത്തിനടിയിലെ ജൈവവൈവിധ്യം, കാലാവസ്ഥാ വ്യതിയാനം, അടിത്തട്ടിലെ അപൂർവ നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും സമുദ്രയാനിലൂടെ ഇന്ത്യ ശേഖരിക്കും. US, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ സമുദ്രാടിത്തട്ടിൽ ഇറങ്ങിച്ചെന്ന് ഗവേഷണം നടത്തുന്ന 4ാമത്തെ രാജ്യമാകാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, News 18.